കെ.ബി. ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കിയത് പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ ഭാരവാഹികൾ വലിയ ആഘോഷമാക്കി മാറ്റി. പത്തനാപുരത്തെ താലൂക്ക് യൂണിയൻ ഓഫീസിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഭാരവാഹികളുടെ പരസ്യമായ ആഹ്ലാദ പ്രകടനം. യൂണിയൻ പ്രസിഡന്റ് കരിക്കത്തിൽ തങ്കപ്പൻ പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷം ഗണേഷ് കുമാറിനെതിരെ സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന കടുത്ത അമർഷത്തിന്റെ പരസ്യമായ പ്രതിഫലനമായി മാറി. സമുദായത്തിന് വേണ്ടി ഗണേഷ് കുമാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അംഗങ്ങളിൽ നിന്ന് പണം പിരിച്ചതടക്കമുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഈ നടപടിക്ക് പിന്നിലെന്നും കരിക്കത്തിൽ തങ്കപ്പൻ പിള്ള ആരോപിച്ചു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ തള്ളിപ്പറയാൻ സംഘടനയിൽ ആർക്കും കഴിയില്ലെന്നും അതിന് തുനിഞ്ഞാൽ അവന്റെ അഡ്രസ്സ് പോലും കാണില്ലെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാറിനെ മാത്രം ഒഴിവാക്കി ബാക്കി 8 പേർക്കും അംഗത്വം പുതുക്കി നൽകാൻ പെരുന്ന നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഗണേഷ് കുമാറിന് പകരം കുന്നത്തൂർ യൂണിയൻ പ്രസിഡന്റ് VRK ബാബുവിനെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഗണേഷിനെ ഔദ്യോഗികമായി പുറത്താക്കിയതല്ലെന്നും കാലാവധി കഴിഞ്ഞപ്പോൾ അംഗത്വം പുതുക്കി നൽകാതിരിക്കുകയായിരുന്നു എന്നാണ് NSS ഇതിന് നൽകുന്ന വിശദീകരണം. പത്തനാപുരം താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളാണ് ഗണേഷ് കുമാറിന് NSSൽ വലിയ തിരിച്ചടിയായി മാറിയത്. യൂണിയന്റെ കീഴിലുള്ള പത്മ കഫയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതോടെ പകുതിയിലധികം താലൂക്ക് യൂണിയൻ അംഗങ്ങൾ ഒന്നിച്ച് രാജിവെച്ചിരുന്നു. ഇതേ തുടർന്ന് ഭരണസ്തംഭനമുണ്ടായ പത്തനാപുരം യൂണിയൻ പെരുന്ന നേതൃത്വം നേരിട്ടിടപെട്ട് പിരിച്ചുവിടുകയായിരുന്നു. സ്വന്തം തട്ടകത്തിലെ യൂണിയൻ കൈവിട്ടതോടെ തന്നെ ഗണേഷ് കുമാറിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തിനും ഇളക്കം തട്ടിയിരുന്നു. അഴിമതി ആരോപണങ്ങൾക്ക് പുറമെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി ഗണേഷ് കുമാർ ദീർഘകാലമായി പുലർത്തിയിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പുറത്താക്കലിന് ആക്കം കൂട്ടി. സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഗണേഷ് കുമാർ പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പരസ്യമായി വിമർശിച്ചത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. പത്തനാപുരത്തെ തീരുമാനങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചപ്പോൾ NSSൽ ജനാധിപത്യമില്ലെന്ന് ആരെങ്കിലും പറയുമോ എന്ന് ചോദിച്ച സുകുമാരൻ നായർ ചട്ടവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെയെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സ്വന്തം സമുദായ സംഘടനയുടെ തലപ്പത്തു നിന്നും പൂർണ്ണമായി പടിയിറക്കപ്പെടുന്നത് ഗണേഷ് കുമാറിന് ഇരട്ട പ്രഹരമായി മാറിയിരിക്കുകയാണ്. വരും നാളുകളിൽ NSSന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളിൽ ഗണേഷ് കുമാറിന് യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് പെരുന്നയിൽ നിന്നുള്ള ഈ പുതിയ നീക്കങ്ങൾ.